ഹായ് ഗൈസ്. സോ മത്തൈസ് ഫ്രൈഡേ മാറ്റിനിലെ ഈ എച്ചിലെ മൂവി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഒരു കിടില മൂവിയാണ്. ഞാൻ 4DXിലാണ് കണ്ടത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. നമുക്കറിയാം ഇതിന് മുന്നത്തെ മൂവിയിൽ, അതായത് ബ്രാൻഡ് ന്യൂ ഡേക്ക് മുന്നത്തെ ഉള്ള മൂവിയിൽ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ലിട്ടായിരുന്നു. അതായത് പീറ്റർ പാർക്കിനെ എല്ലാവരും മറക്കാനുള്ളൊരു സ്പെല്ലിട്ടായിരുന്നു. ദെൻ അവിടെ നിന്നാണ് കഥ സ്റ്റാർട്ടാവുന്നത്. ഒരു ന്യൂ സ്റ്റാർട്ടാണ്. അതാണ് പെർഫെക്റ്റ് പേരാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. പീറ്റർ പാർക്ക് എന്ന് പറഞ്ഞ ആ വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു വ്യക്തിയില്ല. സോ അദ്ദേഹത്തിന് എല്ലാം നഷ്ടമായി. പീറ്റർ പാർക്ക് എന്നുള്ള വ്യക്തിക്ക് തൻ്റെ ആൻറ്റീനെ നഷ്ടമായി, കാമുകിയെ നഷ്ടമായി, ഫ്രണ്ടിനെ നഷ്ടമായി, തനിക്ക് എല്ലാം നഷ്ടമായി. ബട്ട് സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിന് ലോകത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ആൻഡ് ടോം ഹോളണ്ടിന് നമ്മൾ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഡൽട്ട് ഒരു ജേർണി ഉണ്ട് പുള്ളിയുടെ. അതായത് ആ ഒരു കുട്ടിത്തം മാറി ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നു. സോ ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫ്രഷ് സ്റ്റാർട്ടായിരുന്നു. ഒരു സ്പൈഡർമാൻ ബ്രാൻഡിൽ ഫ്രഷ് സ്റ്റാർട്ടാണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മാക്സിമം 4DXിൽ കാണാൻ പറ്റുമെങ്കിൽ പോയി കാണുക. സോ നെക്സ്റ്റ് ഫ്രൈഡേ നെക്സ്റ്റ് ഫിലിം വിത്ത് മീ മത്തായിസ് ഫ്രൈഡേ മാറ്റ്.